ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പുതിയൊരു രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കലുഷിതമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളുടെ അടക്കം ഒരുപിടി വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. എല്ലാം നമുക്ക് സമഗ്രമായി വിശദമായി പരിശോധിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഖത്തർ ആക്രമണത്തിൽ കൈ കഴുകിയ അമേരിക്ക. ആക്രമണ വിവരം ഖത്തറിനെ അറിയിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അറിയിച്ചിരുന്നില്ലെന്ന് ഖത്തർ. ആക്രമണത്തെ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം. ചർച്ചകൾക്ക് ഇരുവിഭാഗവും തയ്യാറാകണം. പ്രതികരിക്കാതെ പ്രക്ഷോഭകാരികൾ. കലാപത്തെ അപലപിച്ച് ഇന്ത്യ. സ്ഥിതി വിലയിരുത്തി മന്ത്രിസഭാ സമിതി. അധിക പിഴ തീരുവ വിഷയത്തിൽ അമേരിക്ക അയയുന്നു. ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ ഉടൻ പരിഹരിക്കാനാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി. മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നതായി വിലയിരുത്തൽ. ചെറു പാർട്ടികളെ സർക്കാർ സ്വാധീനിച്ചു. എംപിമാർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നും വിലയിരുത്തൽ. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും. സിപിഐ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ. പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന കൗൺസിലിൽ ആധിപത്യം തുടരാൻ ബിനോയ് വിശ്വം. വൈകിട്ട് സെമിനാർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇന്ന് പ്രതിഷേധ സദസ്സ്. സുജിത്തിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്ന ആവശ്യം. ഏഷ്യാ കപ്പിൽ ഇന്ന് ഇന്ത്യ ഇറങ്ങുന്നു. UAEക്ക് എതിരായ മത്സരം രാത്രി 8-ന്. സഞ്ജു ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിൽ ആരാധകർ. നമ്മൾ വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം വൈകിപ്പോയിരുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ സമാധാന ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് പ്രധാനമായും ചുക്കാൻ വഹിക്കുന്ന ഖത്തറിന് നേരെ തന്നെ ഈ ആക്രമണം നടത്തിയതിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അടക്കം വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിനെ കൈയൊഴിയുന്ന തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഈ ന്യായീകരണം നിരത്തിക്കൊണ്ട് അമേരിക്ക, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും അമേരിക്കയുടെ ഒരു ആശീർവാദത്തോടു കൂടി നടന്ന ഒരു ആക്രമണം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം അത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തതാണ്. അതായത് മുൻകൂട്ടി തന്നെ ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ പോവുകയാണ്, അത് ദോഹയിലായിരിക്കുമെന്ന കൃത്യമായ വിവരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ സ്റ്റീവ് വിറ്റ്കോഫിനെ ഒരു പ്രത്യേക ദൂതൻ എന്ന രീതിയിൽ ഈ വിവരം ഖത്തറിന് അറിയിക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം കൈമാറിയിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ വൈകിപ്പോയി എന്നുള്ള ഒരു ന്യായീകരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഒരു ആക്രമണം നടക്കുന്ന കാര്യം ഖത്തറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഖത്തറുമായി ഏറെ നാളത്തെ ബന്ധമുള്ളതാണ്. നയതന്ത്ര തലത്തിലൊക്കെ ഏറെ ബന്ധം വളരെ ഊഷ്മളമായി കൊണ്ടുപോകുന്ന രാജ്യം കൂടിയാണ് US. അതുകൊണ്ട് തന്നെ അവിടെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളം ഉൾപ്പെടെയുള്ളത് ഖത്തറിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിയിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇത് തികച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു തീരുമാനം തന്നെ ആയിരുന്നു. ഇങ്ങനെ ഒരു ആക്രമണം നടത്തണം, ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തണമെന്നുള്ളത്, ഒരു അറ്റാക്ക് നടത്തണമെന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ അതിൽ താൻ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറയാനോ താൻ മുതിർന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി ഒരു തരത്തിലും ഉള്ള ആക്രമണം നടക്കില്ല, ഇനി അങ്ങനെ ഒരു ആക്രമണം ഖത്തറിലെ മണ്ണിൽ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് പിന്നീട് ഈ ആക്രമണത്തിന് ശേഷം ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, ഇന്നലെ ഈ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ ഔദ്യോഗികമായി തന്നെ നിലപാട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇല്ല, മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകാലങ്ങളിലൊക്കെ നേതൃത്വം വഹിച്ചതുപോലെ തന്നെ അതിന് ഇനി തയ്യാറല്ല, ഇനി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തങ്ങൾ മുന്നോട്ട് വരില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പരാമർശം ഖത്തറിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെ ഖത്തർ അമീറുമായും ഒപ്പം തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയുമായും ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയും ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാകണം, നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള ആവശ്യം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന് ചില മുന്നറിയിപ്പുകൾ കൂടി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ബന്ദി കൈമാറ്റം ഉടൻ നടപ്പിലാക്കണം, ആ ബന്ദികളെ ഉടൻ തന്നെ കൈമാറണം എന്നുള്ള നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ബെഞ്ചമിൻ നെതന്യാഹുവുമായും താൻ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു, നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും തങ്ങൾ തയ്യാറാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതായാണ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ, എല്ലാ ദിവസവും പറയുന്നത് പോലെയല്ല, ഉടൻ തന്നെ ഇക്കാര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇസ്രായേലിന്റെ പക്കലിലേക്ക് ഈ വിഷയം വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ മധ്യസ്ഥ ചർച്ചയ്ക്കൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്നത് ഖത്തറാണ്. ഖത്തറിനെ സംബന്ധിച്ച് US-നെയും ഒപ്പം തന്നെ ഇസ്രായേലിനെയും ഹമാസിനെയും ഒക്കെ പിണക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു വശത്ത് US-ന് ഈ നയതന്ത്ര തലത്തിൽ വലിയ പിന്തുണ നൽകുന്ന രാജ്യം കൂടിയാണ് ഖത്തർ, മറ്റൊന്ന് ഹമാസിന് സഹായം നൽകുന്നതായിട്ടുള്ളതുകൊണ്ട് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഖത്തറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റു നയതന്ത്ര തലത്തിൽ ഈ രീതിയിലുള്ള ഞാനിന്മേൽ കളിയിൽ ഖത്തർ നടത്തിയതിനുള്ള ഒരു തിരിച്ചടി കൂടിയായി നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതായിരുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങണം, ഹമാസിന്റെ അവസാനത്തെ നേതാവിനെയും വധിച്ച ശേഷം മാത്രമേ തങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളൊരു അവസാനവട്ട മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ദോഹയിൽ വെച്ച് നടക്കുന്നത്. ആ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഈ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഇത്തരത്തിലൊരു ആക്രമണം, അതും ഖത്തറിന് നേരെ തന്നെ, ഖത്തറിനെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ പോലും ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും വകവരുത്താൻ ഈ യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഈ ആക്രമണം കൊണ്ട് ഇസ്രായേലിന് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടത്തിയ ഈ ആക്രമണം, ഈ മിസൈൽ ആക്രമണം, അത് ഫലം കാണാതെ പോയി എന്നതല്ലേ സാഹചര്യം? ആര്യ, അക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്ന കെട്ടിടം അത് തകരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ വ്യോമാക്രമണത്തിലൂടെ ആയിരുന്നു അവിടെ മിസൈൽ പതിക്കുകയും ഒപ്പം തന്നെ ആ കെട്ടിടം പൊടുന്നതിനെ തകർന്നു വീഴുകയും ചെയ്ത് അവിടെ ഈ നേതാക്കളുണ്ട് എന്നുള്ള സ്ഥിരീകരണം നേരത്തെ ഖത്തർ തന്നെ നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ ഇവരുടെ ഹമാസിന്റെ നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. പിന്നാലെ ഇത് നിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആക്രമണം നടന്നു, അത് ശരിയാണ്, പക്ഷേ അതിനെ അതിജീവിക്കാൻ തങ്ങളുടെ നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ള വിശദീകരണവുമായി ഹമാസ് തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട് ആര്യ. കാരണം ഈ നേതാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാൻ ഇതുവരെയും ഹമാസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഖത്തറും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അവരുടെ ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു പോലീസുകാരനും ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സേനാ അംഗങ്ങൾക്കും ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഖത്തർ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഹമാസ് നേതാക്കൾക്ക് എന്തുപറ്റി, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ,
അക്കാര്യത്തിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഖത്തറും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഹമാസ് പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഇവർ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതോ ഇസ്രായേൽ പറയുന്നത് പോലെയാണോ? ഇസ്രായേൽ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ അമേരിക്കയെ തങ്ങൾ നേരത്തെ തന്നെ ഈ നിലപാട് അറിയിച്ചിരുന്നു, തങ്ങൾ ആക്രമിക്കാൻ പോകുന്ന വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആക്രമണം തങ്ങൾ സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണം അത് ഫലപ്രദമായി അത് ലക്ഷ്യസ്ഥാനത്ത് കാണാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇസ്രായേൽ നൽകുന്ന വിശദീകരണവും എന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കിനി വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അന്ന് ഹമാസിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള വ്യക്തിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ നിർണായകമായിട്ടുള്ള ചിത്രങ്ങളും ഒപ്പം തന്നെ മറ്റ് വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇസ്രായേൽ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നു. പിന്നീട് അന്നും സമാനമായ രീതിയിലുള്ള ഒരു വിശദീകരണമായിരുന്നു ഹമാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തങ്ങളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ തെളിവുകൾ പുറത്തു വന്നതിന് ശേഷം പിന്നീട് ഹമാസ് നിലപാട് മാറ്റി, അല്ലെങ്കിൽ ആ വിശദീകരണം മാറ്റിക്കൊണ്ട് കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിലാണോ ഇനി കാര്യങ്ങൾ പോകാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ആര് എന്നുള്ളതാണ്. ഇനി ആരായിരിക്കും ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ഇസ്രായേൽ ഇറാൻ US യുദ്ധം നടക്കുന്ന സമയത്ത് ആ സംഘർഷ സാഹചര്യത്തിൽ ഇറാൻ ഖത്തറിലെ US താവളം കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം നടത്തി എന്നതിനപ്പുറം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ മറ്റും ഒരാക്രമണവും ഗൾഫ് മേഖലകളെ കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല. ഇത് വളരെ അപ്രതീക്ഷിതമായി ലോക രാജ്യങ്ങളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു ആക്രമണമാണ്. അപ്പോൾ ഇത് ശക്തമായ ഭാഷയിൽ അപലപിക്കുന്ന ഖത്തറിനെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും മറ്റ് ലോക രാജ്യങ്ങളെ അടക്കം നമ്മൾ കണ്ട സാഹചര്യം. അപ്പോൾ ഇനി ആര് മധ്യസ്ഥത വഹിക്കും? ഇനി മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോട്ട് വരാൻ ഖത്തർ തയ്യാറാകുമോ? നമുക്കറിയാം, നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നയങ്ങളോടും നീക്കങ്ങളോടും ഒക്കെ അതൃപ്തി ഉള്ള രാജ്യങ്ങൾ തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ, ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ സമാധാനം പുലരുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ചർച്ചകൾക്ക് അവർ മധ്യസ്ഥത വഹിക്കാൻ, ആ നേതൃത്വം വഹിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ തങ്ങളുടെ രാജ്യങ്ങൾക്ക് നേരെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നേരിടുമ്പോൾ അവർ ഇനി മധ്യസ്ഥതയ്ക്ക് തയ്യാറാകുമോ, അത്തരത്തിലുള്ള നേതൃത്വം വഹിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ആശങ്ക മുന്നിൽ നിൽക്കുന്നില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ 2 വർഷമായി ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടുപോകുന്ന ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഖത്തറിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിന് മുൻകൈയെടുത്തതും ഖത്തർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഖത്തർ ഇങ്ങനെ ഒരു പിന്മാറ്റം നടത്തുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ്, അല്ലെങ്കിൽ ഈ ഗാസയുടെ കാര്യം, ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പട്ടിണി മരണം മൂലം കുട്ടികളടക്കം മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇനി ഏത് രാജ്യമായിരിക്കും മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഖത്തറിന് പുറമെ ഈജിപ്റ്റാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള മറ്റൊരു രാജ്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈജിപ്തിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ ഖത്തറിന്റെ ഇടപെടൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഖത്തറിന്റെ സവിശേഷമായിട്ടുള്ള നയതന്ത്ര പദ്ധതികൾക്ക് നേരെയുള്ള ഒരു ആക്രമണം കൂടിയായി നമുക്കിതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഹമാസിന്റെ ഒരു പൊളിറ്റിക്കൽ ഓഫീസിന് ഇടം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ ഖത്തർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. US-ന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രത്തിന് ആസ്ഥാനമാകാനും ഒക്കെ ഇത്തരത്തിൽ ഖത്തർ ആ രീതിയിൽ ഒരു ഞാനിമേൽ കളി നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു ആക്രമണം ഖത്തറിനെ ഞെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. മറ്റൊന്ന്, ഈജിപ്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിൽ മറ്റ് ആളുകളെയൊക്കെ സഹായിക്കുന്ന തരത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈജിപ്റ്റാണ് ഏറ്റവും കൂടുതൽ സഹായം ഇത്തരത്തിൽ ഗാസയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് ഈ രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ട്രംപിനും ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും അതൊരു മറ്റൊരു സഹായകരമാകും. കാരണം ഈജിപ്റ്റ് പ്രവിശ്യയിൽ നിന്ന് ഈ ഗാസയിലേക്ക് കടക്കുന്ന ആ ഇടനാഴി, അല്ലെങ്കിൽ ആ വഴിയിൽ ഇതുവരെയും അറ്റാക്ക് നടത്താൻ, ഗാസയിലേക്ക് കടക്കാൻ ഇതുവരെയും ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇനി ഈജിപ്റ്റ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാം കക്ഷിയായി രംഗത്ത് വരികയും ചെയ്യുമ്പോൾ
അത് കൂടുതൽ സഹായകമാകാൻ പോകുന്നത് ഇസ്രായേലിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മറ്റൊരു തരത്തിലേക്ക് ഈ വിഷയം കടന്നു പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഖത്തർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? ഇന്നലെ അവർ ഔദ്യോഗികമായി വിശദീകരിച്ചതുപോലെ തന്നെ ഇനി ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമോ, അതോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭ്യർത്ഥിച്ചതുപോലെ ആ ആവശ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതും കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ അനുകൂലമായി തീരുമാനിച്ചാൽ ഇനി ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള യാതൊരുവിധ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മുന്നറിയിപ്പുകളൊന്നും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഹമാസ് മുന്നോട്ട് പോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ബിഗ് നോ പറഞ്ഞുകൊണ്ടായിരുന്നു ഹമാസ് മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഗാസയിലെ ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാകും സ്വീകരിക്കാൻ പോകുന്നത്? അതോ ഗാസ സിറ്റിയുടെ 80% ഇപ്പോഴും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇനി 20%-ഓളം സ്ഥലങ്ങൾ മാത്രമാണ് ഇനി ഇസ്രായേൽ സൈന്യം വളയാനുള്ളത്. ഗാസ സിറ്റിക്ക് അകത്തേക്ക് കടക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിടുന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശവും കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആക്രമണത്തിലേക്ക് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ട്വീറ്റ് ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയാണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഗാസയിൽ മുൻകാലങ്ങളിൽ ഉണ്ടതിനേക്കാൾ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഹമാസ് നിരുപാധികം കീഴടങ്ങിയാൽ മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകുക എന്ന നിലപാടിൽ ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾക്ക് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുമോ, അതോ ഖത്തർ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുമോ എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറിൽ അതൊക്കെയാണ് നിർണായകമാകാൻ പോകുന്നത്. തീർച്ചയായും എം ജി മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ നേപ്പാളിലെ സഖ്യകക്ഷി സർക്കാർ വീണിട്ടും അവസാനിക്കാതെ പ്രക്ഷോഭം. ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇതിനോട് ഇതുവരെ പ്രക്ഷോഭകാരികൾ ആരും പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി KP അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ നമ്മൾ കണ്ടതാണ്, സമാനതകളില്ലാത്ത രീതിയിൽ കലുഷിതമായ നേപ്പാൾ പ്രക്ഷോഭം, അതിനൊടുവിൽ താഴെ വീണ സർക്കാർ. ഇപ്പോഴും പക്ഷേ അവിടെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ആര്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് മിഥുൻ നൽകിയ വാർത്ത എന്നത് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തെ തുടർന്ന് ഇരു രാഷ്ട്രത്തലവന്മാരുടെയും പ്രതികരണം, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇതിന്മേലുള്ള നിലപാട്, ഇത്തരം സാഹചര്യങ്ങൾ ആയിരുന്നു എങ്കിൽ നേപ്പാളിലേത് മറ്റൊരു പ്രത്യേകതരമായ സാഹചര്യമാണ്. ഒന്ന്, ആ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത്. അതുമാത്രവുമല്ല, ഇത്തരം പ്രതിഷേധങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ആരോട് എന്ത് സംസാരിക്കണം എന്നതിൽ പോലും അവ്യക്തത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതാണ് യഥാർത്ഥത്തിൽ നേപ്പാൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധി എന്നത്. ഈ പ്രതിഷേധത്തെ, അതായത് ജൻസി പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കൃത്യമായ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതൊരു ആൾക്കൂട്ട പ്രതിഷേധമായി മാറുകയും അങ്ങനെ ആൾക്കൂട്ടങ്ങൾ അവർക്ക് അനുസരിച്ച് അവരുടെ താല്പര്യാർത്ഥമുള്ള പ്രതിഷേധ സ്വഭാവമായി മുന്നോട്ട് പോവുകയും ഒക്കെയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ പ്രതിഷേധം എന്നത് എല്ലാ അർത്ഥത്തിലും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഏതൊരു രാജ്യത്തും ഒരു പ്രതിഷേധം ആരംഭിക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് ഒരു സ്വഭാവം ഉണ്ടാവും, അവർക്ക് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടാകും. ഇത് നമുക്കറിയാമല്ലോ ആര്യ. അതായത് നേപ്പാളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ആരംഭിച്ചത് നേപ്പാളിലെ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെ തുടർന്നാണ്. ആ വിലക്കിന്റെ പശ്ചാത്തലം എന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് കീഴിൽ വരുന്ന ഒരു കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ആപ്പുകൾക്കോ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾക്കോ ഒക്കെ പ്രവർത്തിക്കാം. അതിന് ഒരു വിലക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ നേപ്പാൾ എന്ന രാജ്യത്തിൻ്റെ ആ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, തെറ്റായ ഇൻഫർമേഷനുകൾ എന്നിവ വ്യാപകമായി പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ ആയിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ടായത്. ഇതിനെ തുടർന്നാണ് സർക്കാർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചത്. ആ നിരോധനത്തിന് എതിരെ ആയിരുന്നു
ജൻസി പ്രക്ഷോഭം എന്ന നിലയിൽ യുവാക്കൾ രംഗത്ത് വന്നത്. സ്വാഭാവികമായും അവിടെ നമുക്കറിയാം ആര്യ, അതായിരുന്നു അവരുടെ പ്രതിഷേധത്തിന് കാരണമെങ്കിൽ ആ വിലക്ക് പിൻവലിച്ച ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. അത് മാത്രവുമല്ല, ഈ നേപ്പാളിലെ പ്രതിഷേധങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ച അതേ ഘട്ടത്തിൽ ഏതാണ്ട് 19 പ്രക്ഷോഭകാരികൾ ആണ് കൊല്ലപ്പെട്ടത്, 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചത്. അതിന് തൊട്ടു പിന്നാലെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് ഈ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ആ പ്രതിഷേധം അടങ്ങിയില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മാത്രമല്ല, പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറുന്നു. മുൻ മന്ത്രിമാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെ ആക്രമണത്തിന് ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ കത്തിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഭരണസിരാ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുകയും അവിടേക്ക് പ്രക്ഷോഭകാരികൾ ഇരച്ചെത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് ഇപ്പോൾ സൈന്യം സമാധാനത്തിന്റെ പാതയിലേക്ക് പോകണമെന്ന് പ്രക്ഷോഭകാരികളോട് ആവശ്യപ്പെടുമ്പോൾ പോലും അതിൽ ആര് ആണ് ഈ വിഷയത്തിൽ ഈ പ്രക്ഷോഭകാരികളെ അനുനയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്നതിനെ കണ്ടെത്താൻ സൈന്യത്തിനും പറ്റുന്നില്ല എന്നത് മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ഈ ആൾക്കൂട്ടങ്ങൾക്ക് പ്രത്യേകമായ ആവശ്യങ്ങളാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇതേ വർഷം അതായത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നേപ്പാളിൽ വലിയ ഒരു പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ആ പ്രതിഷേധത്തിലും 2 പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അങ്ങേയറ്റം വിചിത്രമായ ഒരു പ്രതിഷേധമാണ് അവിടെ നടന്നത്. നമുക്കറിയാം, നേപ്പാൾ ഒരു രാജഭരണം തുടർന്നിരുന്ന രാജ്യമാണ്. ഇപ്പോൾ ഈ രാജഭരണം മാറി അതൊരു റിപ്പബ്ലിക്കായിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷേ ആ രാജഭരണത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു വിഭാഗം ആളുകൾ അന്ന് തെരുവിലിറങ്ങുകയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ നേപ്പാൾ വളരെ വിചിത്രമായ പ്രതിഷേധങ്ങൾക്ക് വേദിയായിട്ടുള്ള രാജ്യമാണ്. ഹിന്ദു രാഷ്ട്രത്തിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടന്നിട്ടുള്ള പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരിലെ ഒരു നേതൃത്വത്തെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് ഇവർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം നൽകുകയോ ആ നിർദ്ദേശം അനുസരിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധക്കാരെ എത്തിക്കാൻ പോലും സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നതാണ് നേപ്പാളിന്റെ ഭാവി എന്താകുമെന്നത് സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഒരു പക്ഷേ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഒരു ഇടക്കാല സർക്കാർ, അവിടുത്തെ പൊതു സ്വീകാര്യരായ ആരുടെയെങ്കിലും നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃത്വം താൽക്കാലികമായെങ്കിലും അധികാരത്തിലേക്ക് എത്തുവാനും ഒക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിൽ തന്നെ ചില പേരുകൾ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. കാഠ്മണ്ഡുവിന്റെ മുൻ മേയർ ആയിട്ടുള്ള പുഷ്പദഹൻ പ്രചരണ, അതോടൊപ്പം തന്നെ ഷേർ ബഹാദൂർ ദ്യൂബ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ആണ് പറയുന്നത്. ഇവർ ആയിരുന്നു പലപ്പോഴും ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ തോതിൽ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. ചില അഴിമതിയുമായി ബന്ധപ്പെട്ട, അതായത് രാജ്യത്ത് വ്യാപകമായ അഴിമതിയാണ് ഈ ഭരണകൂടത്തിന്റെ കീഴിലുള്ളത് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഡോക്യുമെന്റുകൾ അടക്കം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുകയും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്ത പേരുകൾ ആണ് ഇവരുടേത്. ഇങ്ങനെയുള്ള നേതാക്കളുമായി അടക്കം ആണ് ഇപ്പോൾ സൈന്യം ചർച്ച നടത്തുന്നത്. എന്തായാലും ജൻസികളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്നത് ഈ 2008 ശേഷം നേപ്പാളിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഏതാനും ചില ആളുകൾ ഇങ്ങനെ മാറി മാറി വരുന്ന സാഹചര്യം ആണ് ഉള്ളത്. അത് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ആ പേരുകളിൽ ഒരാളാണ്. ഒപ്പം പുഷ്പദൻ പ്രചരണ പോലെയുള്ള പേരുകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷേർ ബഹാദൂർ ദ്യൂബ പോലെയുള്ള പേരുകൾ. ഇങ്ങനെ ഈ ഭരണം ചില ആളുകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. ഇവർ മാറി മാറി അധികാരത്തിൽ വരുന്നു. അങ്ങനെ അധികാരത്തിൽ വന്നുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ അടക്കം വലിയ തോതിൽ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ അടക്കം ഈ നേതാക്കളുമായുള്ള ചർച്ചകൾ എത്രത്തോളം വിജയകരമാകും എന്നതാണ് KP ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പബ്ലിക് ആയതിനു ശേഷം ഈ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ പോലും കാലയളവ് പൂർത്തിയാക്കിയല്ല പടിയിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നേപ്പാളിനെ സംബന്ധിച്ച് അവിടെ സ്ഥിരമായ ഒരു കാര്യമാണ്. ഏത് മന്ത്രിസഭ അധികാരത്തിൽ വന്നാലും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും കാരണം താഴെ വീഴുന്ന സാഹചര്യങ്ങൾ നമ്മൾ 2008 ശേഷം ഇങ്ങോട്ട് എപ്പോഴും കണ്ടിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ ഈ ശർമ്മ ഒലിയുടെ മന്ത്രിസഭ കൂടി താഴെ വീണ സാഹചര്യം. ഇനി ഒരു താൽക്കാലിക മന്ത്രിസഭ അധികാരത്തിലേക്ക് എത്തണം എന്നുള്ള ആലോചനകൾ നടക്കുമ്പോൾ ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നേതാക്കന്മാരോട് ഈ ജൻസി വിഭാഗത്തിലുള്ള അനുഭാവം ഏത് തരത്തിലാണ്? അവർക്ക്
അനുകൂലമായ ഒരു സമീപനമാണോ ഈ നേതാക്കന്മാരോടുള്ളത്? ആര്യ, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. അങ്ങേയറ്റം വിചിത്രമാകുന്ന ഒരു സാഹചര്യം. അതായത് സാധാരണ നിലയിൽ നമുക്കറിയാം, ഒരു രാജ്യത്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ സർക്കാർ സൈന്യത്തിനും പോലീസ് സംവിധാനങ്ങൾക്കും നിർദ്ദേശം നൽകുകയും അതിനനുസരിച്ച് പോലീസും സൈന്യവും ഒക്കെ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ഒപ്പം അവർ ആശയവിനിമയം നടത്തി ഈ പ്രക്ഷോഭത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പൊതുരീതി. പക്ഷേ നേപ്പാളിൽ ഇപ്പോൾ അങ്ങേയറ്റം വിചിത്രമായി നടക്കുന്ന സാഹചര്യം എന്നത് അവിടെ ഒരു സർക്കാർ സംവിധാനം ഇപ്പോഴില്ല. അതായത് സൈന്യത്തിനോ പോലീസിനോ കൃത്യമായ നിർദ്ദേശം നൽകുന്നതിന് ഒരു സർക്കാർ സംവിധാനമില്ല. അപ്പോൾ സ്വാഭാവികമായും സൈന്യവും പോലീസുമാണ് പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അവരാണ് ആശയവിനിമയം നടത്തേണ്ടത്. പക്ഷേ സൈന്യം ആരോട് ആശയവിനിമയം നടത്തും എന്നതിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം തുടരുന്നത്. ഈ ജൻസി എന്നത് നമുക്കറിയാം, സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ പല പ്രതിഷേധങ്ങൾ അരങ്ങേറാറുണ്ട്. അതൊക്കെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ഒക്കെ നേതൃത്വത്തിലാണ്. പക്ഷേ ഈ ജൻസി പ്രക്ഷോഭം അങ്ങനെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലോ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലോ ഒന്നുമല്ല. കുറേ അധികം ആളുകൾ ഒരുമിച്ച് കൂടുകയും അവരിൽ ഈ ആൾക്കൂട്ടത്തിന് തന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങളുമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിൽ വലിയൊരു ശതമാനം ആളുകൾ കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെയാണ്. അവരുമായി ഒരു തരത്തിലുമുള്ള ആശയവിനിമയം പോലും നടത്താൻ സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ ആക്രമണം നടത്തുന്നു, സൈന്യവുമായി ഏറ്റുമുട്ടുന്നു, കല്ലെറിയുന്നു, തീ വെക്കുന്നു. ഇങ്ങനെയുള്ളവരെ അനുനയിപ്പിക്കുക, അവരുമായി ആശയവിനിമയം നടത്തുക എന്നത് സൈന്യത്തിന് സാധ്യമാകാത്ത ഒന്നായി ഇപ്പോൾ മാറുന്നു. റബ്ബർ ബുള്ളറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ തുരത്തുന്നത്. അതിനപ്പുറത്തൊരു വ്യാപകമായ വെടിവെപ്പിലേക്കോ ഒന്നും കടക്കാൻ സൈന്യത്തിനും സാധിക്കില്ല. കാരണം രാജ്യത്തെ പൗരന്മാരെയാണ്, അതിൽ തന്നെ യുവാക്കളെയാണ്, പലരും പ്രായപൂർത്തിയാകാത്തവർ പോലുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നേരെ ഒരു സൈനിക നടപടി എന്നത് സൈന്യത്തിന് സാധ്യമല്ല. മറിച്ച് ഇവരെ സംസാരിച്ച് അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. അങ്ങനെ അനുനയിപ്പിക്കുമ്പോൾ പോലും ഈ പ്രതിഷേധക്കാരിൽ വലിയൊരു വിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആരും ഇനി തുടരാൻ പാടില്ല എന്ന് തന്നെയാണ്. അവർ ചില പേരുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതിൽ പ്രധാനപ്പെട്ടത് ബലേന്ദ്ര ഷായുടെയും റാബി ലാമിച്ച് ഉൾപ്പെടെയുള്ളവരുടെയും പേരുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയകൾ വിലക്കിയത് വലിയ തോതിൽ ചർച്ചയാവുന്നത് അവിടെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും സർക്കാരിനെ എതിർത്തുകൊണ്ടുമൊക്കെയുള്ള സംസാരിക്കുന്ന നിരവധിയായ ഇൻഫ്ലുവൻസർമാർ നേപ്പാളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ ഇൻഫ്ലുവൻസർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ ആണ് ഈ ബലേന്ദ്ര ഷായുടെയും റാബി ലാമിച്ചിൻ്റെയും. അവർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഈ പ്രതിഷേധത്തിൽ നിർണായകമായിട്ടുണ്ട് എന്നാണ് സൈന്യം വിലയിരുത്തുന്നത്. ഒരുപക്ഷെ സൈന്യം ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസർമാരുമായി കൂടുതൽ ആശയവിനിമയം നടത്തേണ്ട ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നേപ്പാളിൽ ഉള്ളത്. അങ്ങനെ മാത്രമേ ഈ ജൻസിയിലേക്ക് കൂടുതൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ജൻസി വിഭാഗത്തിൽപ്പെട്ടവർ പല രാഷ്ട്രീയ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സാധാരണ നമുക്കറിയാം ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും അങ്ങനെയുള്ള സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെയാണ് പരസ്പരം എതിർക്കുകയും പോരടിക്കുകയും പ്രതിഷേധവുമായി എത്തുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയ ബോധം കുറവാണ് എന്ന ഒരു വിലയിരുത്തൽ നേപ്പാളിലെ സൈന്യത്തിന് ഈ ജൻസികളെ കുറിച്ചുണ്ട്. അവർ ചില ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അവർക്ക് തൊഴിലവസരങ്ങളില്ല എന്ന് പറയുമ്പോൾ നേപ്പാളിലെ തൊഴിൽ മേഖല പരിശോധിച്ചാൽ ഏതാണ്ട് 80% സാധാരണ തൊഴിലാളികൾ മാത്രമാണ്. അതായത് മികച്ച സേവനം ലഭിക്കാത്ത ഉന്നതമായ ജോലികൾ ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു വലിയ ശതമാനം യുവാക്കൾ നേപ്പാളിൽ ഉണ്ട്. അവരാണ് ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ ഉള്ളത്. വലിയ ശതമാനം നേപ്പാളികൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയമാകട്ടെ ഈ ഭരണകൂടത്തിന്റെ വാദങ്ങൾ, അതായത് ലോകബാങ്കിന്റെ കണക്കൊക്കെ അനുസരിച്ച് നേപ്പാളിന്റെ GDP എന്നത് മെച്ചപ്പെട്ടതാണ്. 2025 തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 4.9% GDP ഉണ്ട് നേപ്പാളിന് എന്നാണ് ലോകബാങ്ക് കണക്കുകൾ. അത് 4.3 എന്ന നിലയിലേക്ക് നേരിയ താഴ്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭരണകൂടം പറയുന്നത് ഈ പ്രതിഷേധം രാഷ്ട്രീയ ബോധമില്ലാത്ത പ്രതിഷേധമാണ്. അവരുടെ ആവശ്യങ്ങൾ, അതായത് ജൻസിയുടെ ആവശ്യങ്ങൾ എന്നത് മാന്യമായ ആവശ്യങ്ങളല്ല. അവർ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെയാണ് പോകുന്നത്. രാജ്യസുരക്ഷയെക്കുറിച്ച് അവർക്ക് ബോധമില്ല. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എന്തിനു നിയന്ത്രിക്കേണ്ടി വരുന്നു? അവർ വലിയ തോതിൽ നേപ്പാളിന്റെ സ്വത്ത് കൊള്ളയടിക്കുകയാണ്. അതിലൊരു വിഹിതം നേപ്പാളിന് ലഭിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ ജൻസികൾ തയ്യാറല്ല. അവർ പറയുന്നത് അങ്ങേയറ്റം അഴിമതി നിറഞ്ഞിട്ടുള്ള ഭരണകൂടമാണ് ഈ രാജഭരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സാധാരണക്കാരായ ആളുകൾക്ക്, യുവാക്കൾ ആയിട്ടുള്ള ആളുകൾക്ക്, വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന, മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ലഭിക്കുന്ന,
അങ്ങനെ ജീവിത സാഹചര്യം ഉയരേണ്ടതുണ്ട്. അതിനു വേണ്ട അടിസ്ഥാന പശ്ചാത്തലം നേപ്പാളിൽ ഒരുക്കണം എന്നാണ് ജൻസി വിഭാഗത്തിലെ വലിയൊരു ശതമാനവും ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് കൃത്യമായ ഒരു ലീഡർഷിപ്പോ ഒരു നേതൃത്വമോ ഇത് അധികാരികളെ ധരിപ്പിക്കാൻ ഇപ്പോൾ കൃത്യമായില്ല. ഇപ്പോൾ നിയന്ത്രണം നടത്തുന്ന സൈന്യത്തിനാകട്ടെ തിരിച്ച് ആശയവിനിമയം നടത്തുവാനും കൃത്യമായൊരു പാത്ത്, കൃത്യമായൊരു വഴി, കൃത്യമായ ഒരു നേതാവില്ല എന്നതും സൈന്യത്തെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്തായാലും നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ നേപ്പാളിൽ സാഹചര്യങ്ങൾ കലുഷിതമായി തന്നെ തുടരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദിയുമായി ചർച്ച നടത്തുമെന്നും ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ് നമുക്കൊപ്പം. വീണ്ടും മിഥുൻ, മഞ്ഞുരുകുകയാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അറിയാ, അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ട്രംപ് അയയുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം നേരത്തെ നിലപാട് കടുപ്പിച്ച് തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോയിരുന്നത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് പ്രഖ്യാപിച്ച് പലതവണ സോഷ്യൽ ട്രൂത്തിലൂടെ അദ്ദേഹം ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഈ തീരുവയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അയഞ്ഞുകൊണ്ടുള്ള സമീപനം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മോദി തന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹവുമായി വരുന്ന ആഴ്ചയിൽ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ സംസാരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ അത് ഉടൻ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ 5 വട്ടം ഈ ചർച്ചകൾ നടത്തുകയും ചെയ്തു. പിന്നാലെ US-ന്റെ പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് സന്ദർശിക്കാനിരിക്കുന്ന വേളയിലായിരുന്നു ഈ ട്രംപ് തീരുവ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. 25% അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തുകയും 50% തീരുവ ഉയർത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്ത് അതിൽ പ്രധാനമായും ട്രംപ് മുന്നോട്ട് വെച്ച ആവശ്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നടപടി, ആ തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോവുക, ആയുധങ്ങൾ വാങ്ങുന്ന തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോവുക എന്നുള്ള ആവശ്യമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഉപാധി. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോൺ കോൾ പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറ്റൻഡ് ചെയ്യാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തത്. പിന്നാലെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് മേലെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേലെടുത്തിരിക്കുന്ന ഈ അധിക തീരുവ വിഷയം അത് അവിടുത്തെ ഫെഡറൽ കോടതി തന്നെ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തിരിച്ചടി ട്രംപിന് മേൽ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് 1970-ലെ എമർജൻസി എക്കോണമിക് ലോ പ്രകാരമാണ് ഈ ഒരു തീരുമാനം ട്രംപ് നടപ്പിലാക്കുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ആ നിയമം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും ഈ തീരുവ പ്രഖ്യാപിക്കാൻ ട്രംപിനെ സംബന്ധിച്ച് സാധ്യമല്ല എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് അനുശാസിക്കുകയും ചെയ്യുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഫെഡറൽ കോടതിയുടെ നിർണായക വിധി പുറത്തു വരികയും ചെയ്ത് അതിന്റെ വിധി അടുത്ത ആഴ്ച ഇനി വരാനിരിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയത്തിൽ ഇന്ത്യക്ക് മേൽ ഇങ്ങനെ ഒരു അധിക തീരുവ നടപടി സ്വീകരിച്ച ഡൊണാൾഡ് ട്രംപിന് തന്നെയായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും ഇതിന്റെ തിരിച്ചടി ഉണ്ടാകാൻ പോകുക, അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ തന്നെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, അതിൽ വലിയ രീതിയിൽ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും സ്വാഭാവികമായും ഇങ്ങനെ ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ഇക്കാര്യത്തിലൊരു മയപ്പെടുത്തൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക അറിയിപ്പുകളോ അല്ലെങ്കിൽ സംബന്ധിച്ച ഔദ്യോഗിക ഒരു പ്രതികരണങ്ങളോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ നമുക്ക് അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോകുമോ? ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവ അതിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചൈനയ്ക്ക് നൽകിയ അതേ തലോടൽ ഇന്ത്യക്കും ഉണ്ടാകുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു വളർച്ച അത് ഏറെ ഭയപ്പെടുന്നത് US-ഉം ഒപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അതുമൊക്കെ ഈ ഒരു പിന്മാറ്റത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തുണ്ടായിരിക്കുന്ന ഒരു മനമാറ്റത്തിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നതിന്റെ ഞെട്ടലിൽ ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നുവെന്നാണ് നിഗമനം. പ്രതീക്ഷിച്ചതിനേക്കാൾ 14 വോട്ടുകൾ അധികം നേടിയാണ് CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാം ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്.
ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് അല്ല, അതിനപ്പുറം കണക്കുകൾ നോക്കുമ്പോൾ വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും കരുത്ത് കാട്ടുക എന്നതായിരുന്നു ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എവിടെയാണ് ഇന്ത്യ സഖ്യത്തിന് പിഴച്ചത്? ആര്യ, ധാർമ്മിക വിജയം എന്നൊക്കെ തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ അവകാശപ്പെടുന്നെങ്കിൽ പോലും വോട്ട് ചോർന്നിട്ടുണ്ട്, വോട്ട് NDA സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. കാരണം 150-ൽ താഴെ മാത്രമേ ഭൂരിപക്ഷം CP രാധാകൃഷ്ണൻ ലഭിക്കുമായിരുന്നുള്ളൂ. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 152 വോട്ടുകൾക്കാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത്. കാരണം 752 വോട്ടുകളാണ് സാധുവായി കണക്കാക്കിയത്. അതിൽ 452 വോട്ടുകൾ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നേടി. സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കാരണം ഇന്നലെ 5 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, ആ പ്രതികരണമാണിപ്പോൾ വോട്ട് ചോർന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 315 MP-മാരും വോട്ട് ചെയ്തു എന്ന പ്രതികരണമാണ് ജയറാം രമേശിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണഗതിയിൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ജയറാം രമേശ് ഇക്കാര്യം പറഞ്ഞത് 315 MP-മാർ, ഇന്ത്യ സഖ്യത്തിന് MP-മാർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് 300 വോട്ടുകൾ മാത്രമാണ്. 15 വോട്ടുകൾ അസാധുവായിട്ടുണ്ട്. എങ്കിൽ പോലും കൂടുതലായി എങ്ങനെ CP രാധാകൃഷ്ണന് വോട്ട് ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. കാരണം 427 NDAയുടെ അംഗബലം. ഇതുകൂടാതെ YSR കോൺഗ്രസിന്റെ 11 അംഗങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പോലും 438 എന്ന കണക്കിലേക്ക് മാത്രമേ NDA എത്തുന്നുള്ളൂ. പക്ഷേ അതാണിപ്പോൾ 452 ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ CP രാധാകൃഷ്ണൻ ജയിക്കുമായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കാരണം 2002-ൽ ബൈരോൺ സിംഗ് ഷെഖാവത്താണ് 149 വോട്ടുകൾക്കന്ന് സുശീൽ കുമാർ ഷിൻഡെയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ അങ്ങനെയല്ല, വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ, ഏതാണ്ട് 3 വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ട് 152 എന്ന നിലയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും വോട്ടുകൾ ചോർന്നു എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. കാരണം ഈ രണ്ടിടങ്ങളിലും CP രാധാകൃഷ്ണൻ ഗവർണറായിരുന്നു. അവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളുമായി നല്ല ബന്ധം അദ്ദേഹം പുലർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ശിവസേനയുടെ വോട്ട് ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ NCPയിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടാകാമെന്നൊരു പ്രതികരണം അല്ലെങ്കിൽ നിഗമനത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് എത്തുന്നുണ്ട്. എന്നാൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ അരവിന്ദ് സാവന്ത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഒറ്റക്കെട്ടായാണ് വോട്ട് ചെയ്തത്, അത്തരമൊരു നടപടി ശിവസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതായാലും ആർക്ക് വോട്ട് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തുക കഴിയില്ല. എങ്കിൽ പോലും വോട്ട് ചോർന്നു എന്ന് ഉറപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് ആദ്യം മുതൽ ആവർത്തിച്ച് പറഞ്ഞാണെങ്കിൽ പോലും അവരുടെ വോട്ടുകളിലും വിള്ളലുണ്ടായേക്കാം, ചോർന്നിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഉള്ളത്. ഏതായാലും BJPയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതും ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. പ്രത്യേകിച്ച് ബീഹാറിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ, കാരണം പ്രതീക്ഷിച്ചതും വലിയൊരു വിജയം BJP നേടിയ സാഹചര്യത്തിൽ അത് BJPക്ക് ആത്മവിശ്വാസം നൽകും, കേന്ദ്രത്തിന് ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യ. ER രാഗേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ER തുടരുക, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും. ER രാഗേഷ് തുടരുന്നുണ്ട്. ER, നമുക്കറിയാം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ഈ നീക്കവുമായി, രാജ്യവ്യാപക നീക്കവുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് എന്നതല്ലേ ശ്രദ്ധേയം? അതെ ആര്യ, ബീഹാറിലാണ് ഇപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കി വരുന്നത്. അതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ഇത്തരമൊരു നടപടിയൊക്കെ തന്നെ ആരംഭിച്ചത്. പ്രത്യേകിച്ച് 2003 വോട്ടർ പട്ടികയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 11 രേഖകളാണ് ഇതിന് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം അത് ആധാർ കൂടി രേഖയായി 12ാമത്തെ രേഖയായി പരിഗണിക്കാമെന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും ഇന്ന് ഒരു നിർണായക യോഗം ഡൽഹിയിൽ ചേരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു സാധാരണ നിലയിലുള്ള യോഗം എന്നാണ് കമ്മീഷൻ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ പോലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് രാജ്യവ്യാപകമായി നടപ്പാക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. കാരണം കമ്മീഷൻ തന്നെ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജ്യവ്യാപകമായി ഇത്തരത്തിൽ
വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യം പ്രധാനമായി ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഏതൊക്കെ രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കേണ്ടതുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ യോഗം വിശദമായി ചർച്ച ചെയ്യും. ഇതുകൂടാതെ ഡോക്യുമെന്റേഷൻ അടക്കമുള്ള നടപടികൾ സ്വാഭാവികമായും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ നിലവിലെ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കും. കൂടാതെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സേവനം അല്ലെങ്കിൽ ലഭ്യത, അവർക്ക് പരിശീലനം നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളും നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെ എന്താണ് നിലവിലെ സാഹചര്യം തുടങ്ങിയ ഒരു വിശദമായ റിപ്പോർട്ടായിരിക്കും സ്വാഭാവികമായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഇന്നത്തെ യോഗത്തിന് മുമ്പാകെ അറിയിക്കുക. കൂടാതെ നിലവിൽ 11 ഡോക്യുമെന്റുകളാണ്, രേഖകളാണ് സമർപ്പിക്കാൻ, വിവിധ വോട്ടർമാർക്ക് രേഖയായി സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന് പുറമെ എന്തെങ്കിലും രേഖകൾ ചോദിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയും. ഏതായാലും കമ്മീഷൻ ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2026 വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം, പശ്ചിമ ബംഗാൾ, ഒപ്പം തന്നെ അസം, തമിഴ്നാട് തുടങ്ങിയ 4 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് അടുത്ത വർഷം പകുതിയോടുകൂടി അല്ലെങ്കിൽ മെയ് മാസത്തോടുകൂടി നടക്കുകയാണ്. അതിന് മുമ്പായ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും ഇന്ന് അത്തരമൊരു പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടാകില്ല. എങ്കിൽ പോലും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാണ്. പ്രത്യേകിച്ച് ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയതിനു ശേഷം ഇത് 3ാം തവണയാണ് ഈ യോഗം ചേരുന്നത്. ആര്യ, രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. വീണ്ടും സ്വാഗതം. രാവിലെയിലേക്ക് വാർത്തകൾ നോക്കാം. കോഴിക്കോട് തിരുവമ്പാടിയിലും ഇരട്ട വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ ഭാര്യ അനുഷ്ക കെയ്ക്ക് 2 ഇടത്ത് വോട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. അനുഷ്കയ്ക്ക് മുക്കം മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 17 കച്ചേരിയിലും കൂടരഞ്ഞി പഞ്ചായത്തിലെ വാർഡ് 9 ആനയോടും വോട്ടുണ്ട്. പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് ക്രമക്കേടെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിഷാൽ പറയുന്നു. ഗുരുതരമായ ക്രമക്കേടാണ് ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ലിൻഡോ ജോസഫിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 2 തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് വോട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. ഒന്ന് മുക്കം മുനിസിപ്പാലിറ്റിയിലെ 17ാം വാർഡായിട്ടുള്ള കച്ചേരി. ആ കച്ചേരി വാർഡിലെ 1002ാം വോട്ടറായിട്ട്, കച്ചേരി വാർഡിലെ 1002ാമത്തെ വോട്ടർ, അത് പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് കാണുന്നത്. അനുഷ കെ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ കൂടരഞ്ഞി പഞ്ചായത്തിലെ, ലിൻഡോ ജോസഫ് താമസിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്തിലെ ആനയോട് വാർഡിൽ അവിടെ 881ാമത്തെ ക്രമ നമ്പറായിട്ടും അനുഷയുടെ വോട്ടുണ്ട്. അതും പുതുതായിട്ട് ചേർക്കപ്പെട്ടതാണ്. ഒരു ജനപ്രതിനിധിയുടെ ഭാര്യയുടെ വോട്ട് പോലും പുതുതായിട്ട് ചേർത്ത് ഒരേ നിയോജകമണ്ഡലത്തിലെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചേർത്ത് വ്യാപകമായ അട്ടിമറിക്ക് ഇടതുപക്ഷം നേതൃത്വം നൽകുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. MLAയുടെ ഭാര്യയുടെ വോട്ട് ഉൾപ്പെടെ ഇങ്ങനെ 2 തലത്തിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ ഒരുപാട് വോട്ടുകൾ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഇതിന്റെ ഒക്കെ പരിശോധനയിലാണത്. ജി സുധാകരനെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയില്ലെന്ന് സജി ചെറിയാൻ. ജി സുധാകരൻ പാർട്ടി ഓഫീസിൽ വരികയും പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുകയും പാർട്ടിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ തീരുന്ന വിഷയമേ ഉള്ളൂവെന്ന് സജി ചെറിയാൻ Q18-ൽ പറഞ്ഞു. തന്നെ ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹത്തിന് സംശയമാണെന്നും അത് സംസാരിച്ച് പരിഹരിക്കാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുകയാണെന്നും സജി ചെറിയാൻ Q18-ൽ പറഞ്ഞു. ആലപ്പുഴയിൽ നേതാക്കന്മാരുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, പറയാനുള്ളതൊക്കെ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. അതിപ്പോ മന്ത്രി സജി ചെറിയാനാണെങ്കിലും മുൻ മന്ത്രി ജി സുധാകരനാണെങ്കിലും ഒക്കെ. പക്ഷേ അദ്ദേഹം ഈ തുറന്നു പറയുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ അങ്ങനെ ചർച്ചയാവുകയും ചെയ്യുന്നു. കൃഷ്ണപിള്ള ഓർമ്മദിനത്തിന് ക്ഷണിച്ചില്ല അദ്ദേഹത്തെ, അങ്ങനെ ചില വിവാദങ്ങളൊക്കെ. സുധാകരൻ സാവ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായത്തിൻ്റെ പ്രശ്നം പാർട്ടി വന്നു. അദ്ദേഹത്തിന് 75 വയസ്സായപ്പോൾ ഒഴിയേണ്ടി വന്നു. അപ്പോൾ ഒഴിയേണ്ടി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ധാരണ പാർട്ടി അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പം ജില്ലാ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേഡർ എന്ന നിലയിൽ പ്രായത്തിൻ്റെ ഭാഗമായി ഘടകങ്ങളിൽ ഒഴിയേണ്ടി വന്നത് എല്ലാവർക്കും ബാധകമായതുകൊണ്ട് അദ്ദേഹത്തിന് ബാധകമായി എന്നുള്ളതല്ലാതെ അദ്ദേഹം DCRPC വരികയും DCRPCയിൽ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുകയും അദ്ദേഹം പാർട്ടിയുമായി അങ്ങ് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ഞാൻ കഴിയുമോ? പിന്നെ മാറ്റി നിർത്താൻ ആരും ആലോചിക്കുമോ?
അങ്ങനെ ആരും മാറ്റി നിർത്താൻ ആഗ്രഹിച്ചിട്ടുമില്ല, ആലോചിക്കത്തുമില്ല. ഒരു അക്ഷരം ഞങ്ങളാരും അദ്ദേഹത്തെ പറ്റി പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പം ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ചെറിയ സംശയങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാകാം. അപ്പോൾ അത് നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കുകയും ചെയ്യും. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിനെതിരെ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും ഇന്ന് കോൺഗ്രസിലെ പ്രതിഷേധ സദസ്സ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്റ്റേഷനുകൾക്ക് മുൻപിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KPCC ഭാരവാഹികളും പ്രതിഷേധ സദസ്സിന്റെ ഭാഗമാകും. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ഇന്നും പോലീസ് ചോദ്യം ചെയ്യും. ഇന്നലെ തൃക്കാക്കര സ്റ്റേഷനിൽ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. 5 മണിക്കൂറിലേറെയാണ് ഇന്നലെ ചോദ്യം ചെയ്തത്. കേസിൽ ഹൈക്കോടതി വേടന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോഴിക്കോട് വെള്ളയിൽ 45-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ശനിയാഴ്ച മരിച്ച തോണിച്ചാൽ സ്വദേശി അഷിമിന്റെ മൃതദേഹമാണ് വീണ്ടും തുറക്കുന്നത്. തലേ ദിവസം ബന്ധുവിനൊപ്പം മദ്യപിച്ച് രാത്രി അവശനായി എത്തിയ അഷിമിന് രാവിലെയും ബോധം തെളിയാതെ വന്നതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി സ്കാനിങ്ങിൽ വ്യക്തമായെങ്കിലും മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. മരണത്തിൽ കുടുംബത്തിന് സംശയം തോന്നിയതിനാലാണ് മൃതദേഹം ഇപ്പോൾ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കാസർഗോഡ് പിലിക്കോട് നാട്ടുകാരുടെ ഉറക്കം കെടുത്തി അജ്ഞാതൻ. ഇരുട്ടത്ത് കതകിന്റെ വാതിലിൽ മുട്ടിയും ടാപ്പ് തുറന്നുവിട്ടും നാട്ടുകാരെ ഭയപ്പെടുത്തുകയാണ് അജ്ഞാതനായ ഈ വ്യക്തി. പിലിക്കോട് പഞ്ചായത്തിലെ ഏക്കച്ചി, വറക്കോട്ടുവയൽ, പടുവളം, കരക്കേരു, കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് അജ്ഞാതന്റെ പരാക്രമം. 1 മാസമായി ഭീതിയോടെയാണ് നാട്ടുകാർ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത്. രാത്രി 12-നും 3 മണിക്കും ഇടയ്ക്കാണ് അജ്ഞാതന്റെ ഉപദ്രവം. ഇത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ പേരടങ്ങുന്ന സംഘമാണോ എന്നത് വ്യക്തമായിട്ടില്ല. അർദ്ധരാത്രിക്ക് ശേഷം വീടിന്റെ വാതിൽ മുട്ടി ആൾക്കാർ ഉണരുമ്പോൾ സ്ഥലം വിടുകയാണ് പതിവ്. ചില വീടുകളിൽ ടാപ്പ് തുറന്നുവിട്ട നിലയിലാണ്. 3 ദിവസം മുമ്പ് ഈ അടുത്തൊരു വീട്ടിലെ CCTVയിൽ കൃത്യമായി ഒരു അജ്ഞാതൻ്റെ ചിത്രം നടന്നു വരുന്നൊരു ഫോട്ടോ CCTVയിൽ പതിയാനിടയായിട്ടുണ്ട്. ഒരു സംശയാസ്പദമായ രീതിയിൽ റോഡിലൂടെ സഞ്ചരിച്ച് പിന്നെ ഏടി എത്താത്ത തരത്തിൽ മടങ്ങിപ്പോകുന്ന തരത്തിൽ ഒരു സംഭവം. പിന്നെ മുട്ടുന്ന തരത്തിൽ ശബ്ദവും പല ജനങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഷോ എല്ലാം കഴിഞ്ഞ് ചെറുപ്പക്കാർ ഒരു 12 മണി 1 മണിക്ക് വരുന്ന സമയത്ത് ഓടിപ്പോകുന്ന സംവിധാനം 1-2 പേര്. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന പറഞ്ഞാൽ 12 മണിക്കും 3 മണിക്കും ഇടയിലാണ്. എന്നിട്ട് അത് ചിലപ്പോൾ ഒരു സൈക്കോളജി പറഞ്ഞാൽ നമ്മൾ ഉറക്കം നല്ല ഗാഠനിദ്രയിലുണ്ടാകുന്ന സമയം തന്നെ ഒരു 2 മണി 3 മണിക്കിടക്കായിരിക്കുമല്ലേ, 1 മണിക്കും 3 മണിക്കും എടുക്കുക. 2 ആഴ്ച മുമ്പ് വരെ വറക്കോട്ടുവയലിലും ഏക്കച്ചിയിലുമാണ് ശല്യമുണ്ടായിരുന്നതെങ്കിൽ ഓണ ദിവസങ്ങളിൽ പടുവളം ഭാഗത്തായിരുന്നു. പ്രദേശത്തെ CCTV ക്യാമറകളിൽ മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന ഒരു യുവാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച അർദ്ധരാത്രി കാലിക്കടവ് കക്കരക്കാവ് ക്ഷേത്ര പരിസരത്ത് ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചിലർ കണ്ടിരുന്നു. കൂടുതൽ പേർ സംഘടിച്ചെത്തിയപ്പോഴേക്കും ഇയാൾ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. നാട്ടുകാരുടെ ചെറു ഗ്രൂപ്പുകളുണ്ടാക്കി രാത്രി നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. ചന്ദേര പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പിലിക്കോട്. പുനരധിവാസം നടപ്പാക്കി 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. റോഡും വീടും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ഉന്നതി നിവാസികൾ കഴിയുന്നത്. ഇതോടൊപ്പം കാട്ടാന ശല്യവും രൂക്ഷമാണ്. 2002-2003 കാലഘട്ടത്തിലാണ് ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയാണ് പുനരധിവസിപ്പിച്ചത്. എന്നാൽ ഉന്നതിയിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. പണിതു നൽകിയ വീടുകളെല്ലാം ചോർന്നൊലിക്കുന്ന അവസ്ഥ. കാട്ടാനകൾ കൂട്ടത്തോടെ ഉന്നതിക്കുള്ളിൽ തമ്പടിക്കുന്നതിനാൽ ഉറക്കം പോലും ലഭിക്കുന്നില്ല. ഇതോടെ നിരവധി കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പോയി. വന്യജീവികളുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിനായി മുള്ളുവേലി പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇവിടുത്തെ കോളനിയിലകത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മറന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ അവർ നന്നായാൽ ഞങ്ങളും നന്നായ പോലെ അവർ ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല. ഞങ്ങളുടെ 301 കോളനിയിലേക്ക് MP വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, കലക്ടർ വരുന്നുണ്ട്, വന്ന് എല്ലാം കാണുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടപ്പിലാകുന്നില്ല. അവർ നടപ്പിലാക്കി തരുന്നില്ല.
പക്ഷേ ഇത് എത്രയും ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, ആശുപത്രി കേസ് പോകണം. ഈ റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ട സിംഗാണ്ടം 301 കോളിലേക്ക് കയറുന്ന റോഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും നടന്നു വരാൻ മുതലേ പറ്റാത്ത സ്ഥിതിയാണ്. പ്രദേശത്തേക്കുള്ള റോഡും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഉന്നതിയിൽ നിന്ന് കുറച്ചു ഭാഗം റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം തകർന്നു കിടക്കുകയാണ്. പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ദുരിത ജീവിതം നയിക്കാനാണ് 301 നിവാസികളുടെ വിധി. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താലയിൽ പാലത്തറ കൊടുമുണ്ട റോഡ് നിർമ്മാണത്തിൽ നടന്നത് തീവെട്ടിക്കൊള്ളയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബൽറാം ആവശ്യപ്പെട്ടു. റോഡ് നിർമ്മാണത്തിൽ ഗുരുതര ക്രമക്കേട് നടത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനിലായിരുന്നു VT ബൽറാമിന്റെ പ്രതികരണം. പാലത്തറ കൊടുമുണ്ട റോഡ് നിർമ്മാണം നടത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന PM അബ്ദുൾ സലീമിനാണ് സസ്പെൻഷൻ. നിർമ്മാണം ഗംഭീരമാക്കിയതിന് സലീമിനെ നേരത്തെ മന്ത്രി MP രാജേഷ് അനുമോദിച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ഗുരുതര ക്രമക്കേട് വരുത്തിയെന്ന് കണ്ട് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. റോഡ് നിർമ്മാണത്തിൽ തീവെട്ടിക്കൊള്ളയാണ് നടന്നതെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും VT ബൽറാം പറഞ്ഞു. 50% വരുന്ന അഴിമതി നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിവൃത്തികേട് കൊണ്ട് സസ്പെൻഡ് ചെയ്യാനും ഇപ്പോൾ ഗവൺമെന്റിന് തയ്യാറാവേണ്ടി വന്നു. എന്നാൽ ഇതേ ഉദ്യോഗസ്ഥനെയാണ് മന്ത്രി MP രാജേഷ് പൊതുവേദിയിൽ വെച്ച് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. വലിയ തീവെട്ടിക്കൊള്ള ഇപ്പോൾ കൈയോടുകൂടി പിടിക്കപ്പെട്ടിരിക്കുകയാണ്. പൊന്നാനി MLA ശ്രീ നന്ദകുമാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഓഫീസൊക്കെ അവിടെ ആയതുകൊണ്ട് അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോയത് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 കോടി രൂപ കരാറുകാരനിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ ഹാർബർ വകുപ്പ് നീക്കം തുടങ്ങി. റോഡിൽ കനം കുറവ് വരുത്തി അവശ്യ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചില്ല എന്നതടക്കമുള്ളവ നേരത്തെ ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി പൊന്നാനി MLA AP നന്ദകുമാർ മന്ത്രി സജി ചെറിയാന് പരാതി നൽകുക കൂടി ചെയ്തതോടെയാണ് നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. ടെക്നിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട് തള്ളി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സർക്കാർ നീക്കമുണ്ടായെങ്കിലും പ്രതിസന്ധിയിലായതോടെ നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. ന്യൂസ് 18 തൃത്താല. പാലക്കാട് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. ഇളവമ്പാടത്ത് തോട്ടം വൃത്തിയാക്കുന്നതിനിടെയാണ് പുല്ല് മൂടിക്കിടക്കുന്ന ഭാഗത്ത് തൊഴിലാളികൾ പാമ്പിനെ കണ്ടത്. കരിങ്കയം ഫോറസ്റ്റ് ഓഫീസിലെ പ്രമോദ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. പിന്നീട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പാമ്പിനെ നെല്ലിയാമ്പതി വനമേഖലയിൽ തുറന്നുവിട്ടു. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇന്നു മുതൽ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് നടക്കും. 7 ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് നെടുങ്കണ്ടത്ത് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 3102 ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത്. 120 ആർമി ഉദ്യോഗസ്ഥർക്കാണ് നടത്തിപ്പ് ചുമതല. ടെസ്റ്റ് എഴുതി പാസ്സായവർക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് നാളെ മുതൽ നടക്കുന്നത്. 10 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെതായ സൗകര്യങ്ങൾ ആർമി ഓഫീസേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെടുങ്കണ്ടം, രാമക്കൽമേട് പ്രദേശങ്ങളിലാണ് ഉദ്യോഗാർത്ഥികൾക്കായുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കോട്ടയം, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് KSRTC അധിക സർവീസുകൾ നടത്തും. ആവശ്യമെങ്കിൽ കട്ടപ്പന, നെടുങ്കണ്ടം, രാമക്കൽമേട് സർവീസുകളും ഏർപ്പെടുത്തും. കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തുന്ന ഭക്ഷണശാലകളിൽ നിന്ന് മിതമായ നിരക്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണം ലഭ്യമാകും. സ്റ്റേഡിയത്തിനുള്ളിലെ നിയന്ത്രണങ്ങൾക്ക് 20 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മകന് സൈക്കിൾ വാങ്ങി നൽകിയപ്പോൾ മറ്റു കുട്ടികളെ നിരാശരാക്കാതെ അവർക്കും സൈക്കിൾ വാങ്ങി നൽകിയിരിക്കുകയാണ് പാലക്കാട് വല്ലപ്പുഴ സ്വദേശി നൌഷാദ്. അപ്രതീക്ഷിതമായി സൈക്കിൾ കിട്ടിയതോടെ കുട്ടികളും സന്തോഷത്തിലായി. നബിദിനത്തോടനുബന്ധിച്ച് വല്ലപ്പുഴ മലപ്പുറം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വിവിധ കലാപരിപാടികൾ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി 50 ദിവസം തുടർച്ചയായി 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായി നൽകാനും തീരുമാനിച്ചു.
വല്ലപ്പുഴ മലപ്പുറം ചലഞ്ചേഴ്സ് ക്ലബ്ബാണ് നവീന ആശയം മുന്നോട്ട് വെച്ചത്. പരിപാടിയിൽ 5 കുട്ടികളാണ് നേട്ടത്തിന് അർഹരായത്. നറുക്കെടുപ്പിലൂടെ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ AC നൌഷാദ് ബാബുവിന്റെ മകൻ അഫ്നാൻ വിജയിയായി. മകന് സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ മറ്റുള്ള 4 കുട്ടികൾക്കും നൌഷാദ് ബാബു കയ്യിൽ നിന്നും പണമെടുത്ത് സൈക്കിളുകൾ വാങ്ങി നൽകി കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിരിയിച്ചു. മദ്രസയിൽ നടന്ന സൈക്കിൾ സമ്മാന വിതരണം വേറിട്ടതായി. എന്റെ മോനെ ഒരു സമ്മാനം അർഹരായി. അപ്പോൾ മറ്റേ കുട്ടികളുടെ ആ വികാരം, എൻ്റെ കുട്ടിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായ വികാരം ഞാൻ നേരിൽ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് അതേ വികാരം തന്നെയാണ് മറ്റു കുട്ടികൾക്ക് ഉണ്ടാകുക എന്നുള്ള ഒരു ബോധം എൻ്റെ മനസ്സിൽ നിന്ന് ആ നിമിഷം തന്നെ എനിക്ക് വരികയും അത് ഈ ഭാരവാഹികളെ അറിയിക്കുകയും എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. മഹലിലെ 3 പള്ളികളിൽ നിന്നാണ് 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച കുട്ടികളെ തെരഞ്ഞെടുത്തത്. മദ്രസയിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് സൈക്കിളുകളും വിതരണം ചെയ്തു. മകന് നൽകിയ സൈക്കിൾ പോലെയുള്ള 4 സൈക്കിളുകളാണ് കൂട്ടുകാർക്കും നൽകിയത്. ന്യൂസ് 18 പാലക്കാട്. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം പട്ടാമ്പി നടുവട്ടം സ്കൂൾ അധ്യാപിക സുധാ തെക്കേമഠത്തിന്. ഇവർ രചിച്ച സ്വാഡ് ഹണ്ടർ 01 എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും എഴുത്തുകാരിയുമായ സുധാ തെക്കേമഠം. പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാഹിത്യ പുരസ്കാരം നൽകുന്നത്. സുധാ തെക്കേമഠം രചിച്ച സ്വാഡ് ഹണ്ടർ 01 എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം. സ്കൂളിലെ UP വിഭാഗം അധ്യാപികയാണ്. പുരസ്കാരം ലഭിച്ചതിലെ സന്തോഷം സുധാ തെക്കേമഠം പങ്കുവച്ചു. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് കിട്ടിയത്. എൻ്റെ സ്വാഡ് ഹണ്ടർ 01 എന്ന് പറഞ്ഞ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവലുണ്ട്. അതിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരിക്കലും ഒരു കുട്ടി ആസ്വദിക്കുന്ന തരത്തിലായിരിക്കരുത്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നത് ഒരിക്കലും കുട്ടികളുടെ രചനയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ വലിയവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നതെല്ലാം. ഇതുവരേക്കും 4 പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് സ്വാഡ് ഹണ്ടർ 01. അതിന് തന്നെ ഈ മുണ്ടശ്ശേരി മാഷിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുസ്തകരചനയ്ക്ക് പുറമെ ആനുകാലികങ്ങളിലും എഴുതാറുണ്ട്. ലതാനിലയം ഒറ്റപ്പാലം PO എന്ന ചെറുകഥാ സമാഹാരത്തിന് 2024 അധ്യാപക ലോകം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചെറുകഥയ്ക്കുള്ള കമലാസുരയ്യ പുരസ്കാരവും ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും സംഘടിപ്പിച്ച കഥാരചനാ മത്സരത്തിലും സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഹ്രസ്വചിത്രങ്ങളുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. കുമാരൻ കാറ്റ്, നേർപാതി, ചിരി ചിന്ത ചമയം, ബ്ലാക്ക് ഫോറസ്റ്റ്, നട്ടാഷ, കോയ പറഞ്ഞ കഥകൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ന്യൂസ് 18 പാലക്കാട്. കേന്ദ്രീയ സാംസ്കാരിക നിലയത്തിന്റെ കുഞ്ഞുണ്ണി മാഷ് സാഹിത്യ പുരസ്കാരം വിതരണം ചെയ്തു. കവിതാ വിഭാഗത്തിൽ ബിനു പള്ളിമണ്ണും കഥാവിഭാഗത്തിൽ തളിയിൽ N രാജശേഖരപിള്ളയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഉണ്ണി അമ്മയമ്പലമാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. അന്താരാഷ്ട്ര ക്വിസ് മത്സരങ്ങളിൽ വിജയം കൈവരിച്ച ഈശ്വർ M വിനയന് വിദ്യാശ്രേഷ്ഠ പുരസ്കാരവും സമ്മാനിച്ചു. ചടങ്ങിന്റെ ഭാഗമായി നടന്ന മാധ്യമ സെമിനാർ വാർത്താ അവതാരകൻ KP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മുത്തൂറ്റ് മിനിയുടെ 300 കോടി രൂപയുടെ കടപ്പത്രം ഇഷ്യൂവിന് മികച്ച പ്രതികരണം. അവസാന ദിനത്തിൽ ആകെ ഇഷ്യൂവിന്റെ 2 മടങ്ങിലധികം അപേക്ഷകളാണ് ലഭിച്ചത്. 2025 ഓഗസ്റ്റ് 18 കടപ്പത്ര വിതരണം ആരംഭിച്ചത്. 9% മുതൽ 10.50% വരെയുള്ള കൂപ്പൺ നിരക്കുകളും 18, 24, 36, 60 മാസ കാലാവധികളുമാണ് ഉള്ളത്. ICRAയുടെ സ്റ്റേബിൾ റേറ്റിംഗ് ഈ ഇഷ്യൂവിനുണ്ട്. സ്ഥാപനത്തിൽ നിക്ഷേപകർക്കുള്ള വിശ്വാസമാണ് ദൃശ്യമാകുന്നതെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു. ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ സൗന്ദര്യവൽക്കരണ പദ്ധതി പാളി. ലക്ഷങ്ങളുടെ അഴിമതി എന്ന ആരോപണവും ഉയർന്നു. ഹരിതചോല എന്ന പേരിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് എങ്ങും എത്താതെ പോയത്.
2019-20 കാലഘട്ടത്തിലാണ് ഉടുമ്പൻചോലയിൽ ഹരിതചോല എന്ന പേരിൽ സൗന്ദര്യവൽക്കരണ പദ്ധതി ആവിഷ്കരിച്ചത്. പഞ്ചായത്തിലൂടെ കുമളി മൂന്നാർ റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ റോഡിനിരുവശത്തും അരളിച്ചെടികൾ നട്ട് പരിപാലിക്കുക, വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുക, തുമ്പൂർ മൂഴി മോഡൽ മാലിന്യ സംസ്കരണം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ആകെ 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. 10,000-ലധികം അരളിത്തൈകൾ വാങ്ങി റോഡിനിരുവശവും നടുകയും ചെയ്തു. എന്നാൽ ഏതാനും ചെടികൾ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടും അന്വേഷണം നടന്നില്ലെന്നാണ് ആരോപണം. റോഡിന്റെ ഇരുവശങ്ങളിലായി അരളിച്ചെടി വെച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു ചെടി പോലും നിലവിൽ അവിടെ ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് നിലനിൽക്കുന്നത്. അത് വലിയൊരു അഴിമതിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2022 തൊടുപുഴ DYSPക്ക് വിജിലൻസ് DYSPക്ക് പരാതി കൊടുക്കുകയും ആ പരാതി നിലവിൽ തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. വിജിലൻസ് ഡയറക്ടർ വകുപ്പ് തല അന്വേഷണം എന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള എന്ന വിവരം കാണി. നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതിനും ചകിരിച്ചോറിനുമൊക്കെയായി പണം വകയിരുത്തിയിരുന്നു. എന്നാൽ പണം നഷ്ടമായതല്ലാതെ സൗന്ദര്യവൽക്കരണം നടപ്പിലായില്ല. ഏഞ്ചൽ ട്രംപറ്റ് എന്ന കോളാമ്പി ചെടികൾ പോലെ ഉടുമ്പൻചോലയുടെ തനത് കാലാവസ്ഥയിൽ വളരുന്ന വിവിധയിനം ചെടികൾ മേഖലയിലെ കർഷകർ വേലിയായി പരിപാലിക്കാറുണ്ട്. ഇത്തരം ചെടികൾ സംരക്ഷിച്ച് പാതയോരം മനോഹരമാക്കാം എന്നിരിക്കെയാണ് ഇത്തരം പദ്ധതികളിലൂടെ ലക്ഷങ്ങൾ നഷ്ടമാക്കിയത്. ന്യൂസ് 18 ഇടുക്കി. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ഇലക്ട്രിസിറ്റി വയറുകൾ നശിപ്പിക്കുകയും അവ മോഷ്ടിക്കുകയും ചെയ്തു. ചെടിച്ചട്ടികൾ നശിപ്പിക്കുകയും ശുചിമുറിയുടെ വാതിൽ തകർക്കുകയും സ്കൂളിൽ കൃഷി ചെയ്തിരുന്ന വാഴയും വാഴക്കുലകളും നശിപ്പിക്കുകയും ചെയ്തു. ഓണം പ്രമാണിച്ച് 3 ദിവസം സ്കൂൾ പ്രവർത്തിച്ചിരുന്നില്ല. TTI സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിൽ നിന്ന് മറ്റ് കെട്ടിടങ്ങളിലേക്ക് പോയിരുന്ന വൈദ്യുതി കണക്ഷൻ വയറുകളാണ് നശിപ്പിച്ചത്. 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സ്കൂളിൽ പ്രവർത്തിക്കുന്ന LP, UP, നഴ്സറി സ്കൂളുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്യൂസുകൾ ഊരിമാറ്റിയ നിലയിലായിരുന്നു. സ്കൂളിൽ അസംബ്ലിക്കായുള്ള മൈക്ക് സെറ്റിന്റെയും ബോക്സിന്റെയും പ്ലഗുകൾ നശിപ്പിച്ചു. താഴുപയോഗിച്ച് പൂട്ടിയിരുന്ന ശുചിമുറിയുടെ വാതിലുകളും തകർത്ത നിലയിലാണ്. സ്കൂളിൽ കൃഷി ചെയ്തിരുന്ന വാഴകളും നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. നിരന്തരമായിട്ട് സ്കൂളിൽ ആളുകളുടെ ആരോഗ്യ ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്. പലതവണയും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് പട്രോളിംഗ് നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അടിക്കടിയായിട്ട് ഈ പ്രശ്നങ്ങൾ സ്കൂളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കൃഷിയും ഈ സ്കൂളിൽ നടത്തിയിരിക്കുന്ന ചെടികളൊക്കെ അധികം വൈകാതെ നശിപ്പിക്കപ്പെടുന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ ഷിയാസ് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകി. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് വാർഡ് കൗൺസിലർ രാജശ്രീ രാജുവും പറഞ്ഞു. വിജനമായ പ്രദേശമായതിനാൽ ചുറ്റുമതിലുകളോ ഗേറ്റോ ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് സഹായമാകുന്നു. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. ആറ്റിങ്ങൽ സ്വദേശികളായ അഭിലാഷ്, തുഷാര ദമ്പതികളുടെ മക്കൾ ദേവനന്ദനയുടെയും ലക്ഷ്മി നന്ദയുടെയും ജന്മദിനമാണിന്ന്. ചിങ്ങത്തിലെ രേവതി നാളിലാണ് രണ്ടുപേരും ജനിച്ചത്. അപ്പോൾ ദേവനന്ദയ്ക്കും ലക്ഷ്മി നന്ദയ്ക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ന്യൂസ് 18ന്റെ ആറ്റിങ്ങൽ പ്രതിനിധിയാണ് ദേവനന്ദയുടെയും ലക്ഷ്മി നന്ദയുടെയും അച്ഛൻ അഭിലാഷ്. അപ്പോൾ രണ്ടുപേർക്കും നല്ല ഒരു ബർത്ത്ഡേ ആശംസിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി വിജയ് ഗോപിയുടെയും രാധികയുടെയും 23ാം വിവാഹ വാർഷികമാണിന്ന്. അപ്പോൾ രണ്ടുപേർക്കും ആശംസകൾ ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.